ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് സഹോദരന്മാരെ. അത് അതിമഹത്വവും അതിഗംഭീരവുമാണ് പ്രിയമുള്ളവരെ. വിശുദ്ധ ഖുർആൻ വഹിക്കാൻ അതിന് പര്യാപ്തരായ ആളുകൾക്കല്ലാതെ അതൊരിക്കലും സാധ്യമല്ല. കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു ഖുർആനിലെ ഒരു വചനം, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. അത് പരിശുദ്ധനായ അല്ലാഹുവിൽ നിന്ന് പരിശുദ്ധ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ പ്രവാചകന്റെ പരിശുദ്ധ നെഞ്ചകത്തേക്ക് ഇറങ്ങിയ ദൈവീക വചനങ്ങളാണ്. അതിനെ വിശുദ്ധരല്ലാതെ തൊട്ടിട്ടില്ല, തൊടാൻ കിട്ടുന്ന പ്രശ്നമില്ല. ഖുർആനിന്റെ ജഡമായ മുസഹഫിനെ ഏത് യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും കപടവിശ്വാസിക്കും ഏത് ഇസ്ലാമിന്റെ ശത്രുവിനും തൊടാനാകുമെങ്കിലും ഖുർആനിന്റെ അകമ്പൊരുളും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള സ്വത്തുകളും നിധികളും തൊട്ടുപോകാൻ പരിശുദ്ധർക്കല്ലാതെ അനുഗ്രഹീതർക്കല്ലാതെ അള്ളാഹു സെലക്ട് ചെയ്ത ഉത്തമർക്കല്ലാതെ സാധ്യമേ അല്ല എന്ന് അള്ളാഹു യാതൊരു സംശയത്തിനും വകവരാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖുർആനിലൂടെ. ഖുർആൻ വഹിക്കാൻ മഹാപർവ്വതത്തിന് പോലും സാധിക്കില്ല എന്ന് നമ്മെ അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ വലിയ വലിപ്പവും വലിയ ശക്തിയുമുള്ള ഒരു പടപ്പാണ് പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾക്ക് പോലും അള്ളാഹുവിന്റെ കലാം വഹിക്കാനാവില്ല. പഠിപ്പിക്കുകയാണ് ഉപമയിലൂടെ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ നാം അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ, അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഈ ഖുർആനിനെ ഞാൻ ഇറക്കിയിരുന്നെങ്കിൽ, എവിടെ? അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മേലെ ഇറക്കിയിരുന്നുവെങ്കിൽ, ലറഅയ്തഹു, നബിയേ അങ്ങേക്ക് ആ പർവ്വതത്തെ കാണാനാകുമായിരുന്നു. ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, വിനയാന്വിതമായ നിലക്ക് അല്ലാഹുവിനെ ഭയന്ന കാരണത്താൽ അത് പൊട്ടിപ്പിളർന്ന് പൊട്ടിത്തകർന്ന വിധത്തിൽ ആ പർവ്വതത്തെ അങ്ങേക്ക് കാണാനാകുമായിരുന്നേനെ നബിയെ. ഇറക്കിയിട്ടില്ല, അതുകൊണ്ട് മല പൊട്ടിയിട്ടുമില്ല. ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മീതെ അതിന്റെ ഉച്ചിയിലായിരുന്നു ഇറക്കിയിരുന്നതെങ്കിൽ അത് അള്ളാഹുവിനെ പേടിച്ചിട്ട് അത് പൊട്ടിത്തകർന്നു പോകുന്നത് അങ്ങേക്ക് കാണാമായിരുന്നേനെ. എന്നിട്ട് അല്ലാഹു പറയാ, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ഇത്തരം ഉദാഹരണങ്ങൾ, ഉപമകൾ നാം വിവരിക്കുന്നത്, ജനങ്ങളുടെ മുമ്പാകെ ഇത്തരം ഉദാഹരണങ്ങൾ പറയുന്നത് ലഅല്ലഹും യതഫക്കറൂൻ, അവരൊന്ന് തലച്ചോർ ഉപയോഗിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പറഞ്ഞ ആയത്തിന്റെ സാരം. ഒരു മലക്ക് മീതെ ഒരു പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഖുർആൻ ഇറക്കിയിരുന്നെങ്കിൽ അത് പൊട്ടി തവിട് പൊടിയാവും. ഒരു മുസാഫ് കൊണ്ടുപോയി വെച്ചാലാകുമോ? പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എഴുതി വെച്ചാൽ പർവ്വതം പൊട്ടിത്തകരുമോ? ഇല്ല.
വിശുദ്ധ വചനങ്ങളും അതിന്റെ മലയാള വിവർത്തനം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഏത് ഭാഷയിൽ അതിന്റെ വിവർത്തനം ഒരു പർവ്വതത്തിൽ എഴുതിയാൽ അങ്ങനെയൊക്കെ എഴുതുമല്ലോ. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ, ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ. അത് പോയി കണ്ടിട്ടുണ്ടോ? അതിന്റെ കമാനത്തിലും മാർച്ചിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. ഒരു മുഴം വലുപ്പത്തിലാണ് ലിപി അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങൾ എഴുതി മാർബിൾ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുള്ളത്. എന്തെങ്കിലും തകർച്ച അവിടെ പറ്റുന്നുണ്ടോ? എന്താണ് ഈ പറഞ്ഞത്? ലഅല്ലഹും യതഫക്കറൂൻ, മനുഷ്യരാലോചിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് എന്നാ അല്ലാഹ് പറയുന്നേ. പ്രിയമുള്ളവരെ, ആ ഖുർആനിന്റെ വചനങ്ങളുടെ അർത്ഥമേതാണോ, ആ അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, വചനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആശയങ്ങൾ എന്താണോ, ആ ആശയങ്ങളെ വഹിക്കാൻ, ഉൾക്കൊള്ളാൻ പർവ്വതങ്ങൾക്ക് പോലും സാധ്യമല്ല. ഖുർആൻ എന്ന് പറഞ്ഞ അക്ഷരാണ് തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ കുഴപ്പം മുഴുവൻ. ആ അക്ഷരങ്ങളും വാക്കുകളും ഏതൊരർത്ഥത്തെയാണോ സൂചിപ്പിക്കുന്നത് ആ അർത്ഥം. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒച്ചയാണ്, സ്വർണം എന്ന് പറഞ്ഞാൽ ഒച്ചയാണ്, കോടികൾ എന്ന് പറഞ്ഞാൽ ഒച്ചയാണ്, അല്ലേ? ഇതൊക്കെ ശബ്ദങ്ങളാണ്, അല്ലേ? റോൾ റോയ്സ് കാർ എന്ന് പറഞ്ഞാല് അതൊരൊച്ചയാണ്. അതുകൊണ്ട് ഉണ്ടാവൂല, ഒച്ചട്ടതുകൊണ്ട് ഉണ്ടാവോ? ഉണ്ടാവൂല. ആ ഒച്ചയ്ക്കൊരർത്ഥമുണ്ട്, അത് മനസ്സിലാകുന്നുണ്ടല്ലോ. അതെന്താ? ഇതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം വഹിക്കാൻ ഭീമമായ ഒരു ബടാ പർവ്വതത്തിന് പോലും സാധ്യമല്ല. നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞു, മുസ്ലിം കമ്മ്യൂണിറ്റി വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നത് 3 രൂപത്തിലാണെന്ന് പറഞ്ഞല്ലോ. 3 തരത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ഖുർആനിനെ സമീപിക്കുന്നത്. അതിൽ 2 കൂട്ടരെ പറഞ്ഞു. ഏതായിരുന്നു അത്? മറക്കരുത്. ഒരു കൂട്ടര് ആ അക്ഷരങ്ങളും വാക്കുകളും മാത്രം ഉരിയാടി പഠിച്ചു, ചൊല്ലി പഠിച്ചു, ഓതി പഠിച്ചു, എഴുതി പഠിച്ചു, അതിന്റെ വിവർത്തനവും പഠിച്ചു. എന്നാൽ ഈ ആയത്തുകൾ ഏതൊരു ആശയത്തെയാണോ, അർത്ഥതലങ്ങളെയാണോ പഠിപ്പിക്കുന്നത് എങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഇല്ല. ഇവർ മുനാഫിക്കുകളും കള്ളക്കാഫിറുകളും നരകത്തിന്റെ വിറകുകളുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ പാഠം നിങ്ങൾ കേട്ടു, ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കൂട്ടര് ഖുർആൻ എന്നാൽ അനന്തസാഗരം, അള്ളാന്റെ വചനം, പ്രപഞ്ചനാഥന്റെ വചനങ്ങൾ, അതിൽ നിന്ന് എനിക്കെന്താ തിരിഞ്ഞത്? ഇച്ചിരി മാത്രം തിരിഞ്ഞു, ഞാൻ അതുകൊണ്ടൊന്ന് ജീവിക്കാൻ ശ്രമിക്കട്ടെ. അതിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ പലതുമുണ്ട്, അത്ഭുത ലോകങ്ങൾ പലതുമുണ്ട് എന്ന് ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസി അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ മിനിമം പെടണം. ഇനിയൊരു മൂന്നാമത്തൊരു ടീമുണ്ട്, മൂന്നാമത്തൊരു വിഭാഗമുണ്ട്. ഖുർആനിനെ സമീപിക്കുന്ന കൂട്ടത്തിൽ ഒരു 3-ാം വിഭാഗം. അത് വളരെ 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 ന്യൂനപക്ഷമാണ്. ഒരു നാട്ടിലൊക്കെ മഷിട്ട് തെരഞ്ഞാൽ ചിലപ്പോൾ ഒന്നിനെ കിട്ടിയാലായി. പക്ഷെ ലോകത്തുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾ. അതാരാ? ഖുർആൻ വഹിക്കുന്നവരാണ്, ഖുർആൻ ഹാഫിളുകളാണ്. ഹാഫിളുകൾ എന്ന് ഞാൻ പറഞ്ഞത് ഖുർആനിന്റെ ആയത്തുകൾ മുഴുവൻ മനസ്സിൽ സ്റ്റോർ ചെയ്തവർ എന്ന അർത്ഥത്തിലല്ല. ആ ആയത്തുകളുടെ അർത്ഥമെന്താണോ, ആശയമെന്താണോ, പൊരുളെന്താണോ, ഖുർആൻ പറഞ്ഞ നിധി നിക്ഷേപങ്ങളൊക്കെ സ്വന്തമാക്കിയ വ്യക്തി, ഖുർആൻ പറഞ്ഞ അത്ഭുത ലോകങ്ങൾ കണ്ട ആള്, അതിൽ പറഞ്ഞ നിധി നിക്ഷേപങ്ങൾ സ്വന്തം മിൽക്കാക്കിയ ആള്, ഉടമപ്പെടുത്തിയ ആള്. ഇതാണ് 3ാമത്തെ ടീം. ഖുർആൻ വഹിച്ചവർ, ഖുർആൻ ഉൾക്കൊണ്ടവർ, അക്ഷരങ്ങൾക്ക് പുറമെ അതിന്റെ പ്രാക്ടിക്കലും ജീവിതത്തിലുള്ള വിശുദ്ധരായ ആളുകൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ചോദ്യമുണ്ട്, മുസ്ലിയാരെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ ഇന്നുണ്ടാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നു. നബിക്ക് ഖുർആൻ പറയാൻ എന്തായിരുന്നു? അവിടുത്തെ നേച്ചറായിരുന്നു. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, കാന ഖുലുഖുൽ ഖുർആന, നബി ഞങ്ങളോടൊപ്പം ഞങ്ങളോട് ഇടപെട്ടത് ഖുർആനിക ഇടപെടലാണ്.
നബി തങ്ങൾ കച്ചവടക്കാരനായി ബിസിനസ്മാനായി ഇറങ്ങുമ്പോൾ ഖുർആനികമായ കച്ചവടക്കാരനാണ്. നബി ഒരു യുദ്ധക്കളത്തിലേക്ക് വന്നാൽ ഖുർആനികമായ ഇടപെടലാണ്. നബി തങ്ങൾ ഒരു കൂട്ടുകാരനെ കണ്ടാൽ ഖുർആനിക ഇടപെടലാണ്. നബി തങ്ങൾ ഒരു ശത്രുവിനെ കണ്ടാൽ ഖുർആനിക ഇടപെടലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ നേച്ചർ ഖുർആനാണ്. ഇതിപ്പോ ഖുർആൻ പണ്ഡിതനായി, അതുകൊണ്ട് വയലറിയണ ആളായി, എന്നെ പോലെ ആയത്തൊക്കെ അർത്ഥം വെച്ച് സമൂഹത്തിന് പഠിപ്പിക്കണ ആളായി. പക്ഷെ ഖുർആൻ നേച്ചറാണോ? ഈ വ്യക്തിയുടെ നേച്ചർ ഖുർആനാണോ? പലിശക്കെതിരെയൊക്കെ പ്രസംഗിക്കും, ചാൻസ് കിട്ടിയാൽ മൊയ്ലിയര് ചുളിവിനെങ്കിലും കൊടുത്തു വെക്കും. നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും പൊടിച്ചില്ലറ കിട്ടിയ അങ്ങനെ ഉണ്ടല്ലോ. അത് നേച്ചറാകുന്നില്ല, ഡേഞ്ചറാണ് മുഅ്മിനീങ്ങളെ, അപകടമാണ്. കാന ഖുലുഖുൽ ഖുർആൻ, അതുകൊണ്ട് നബി തങ്ങൾ അങ്ങനെയായിരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. ഖുർആനിക സ്വഭാവം കൊണ്ട് ജീവിച്ചവരാണ്. അവരുടെ നേച്ചർ ഖുർആനായിരുന്നു. ശരി, ഇന്ന് അങ്ങനത്തെ ആൾ എവിടെ മുസ്ലിയാരെ? ഇന്നിപ്പോ എവിടെ അങ്ങനത്തെ ആള്? അങ്ങനെ ഒരു ചോദ്യം ഈ കൂട്ടത്തിൽ, ഈ ഓഡിയൻസിൽ നിന്ന് തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു. നല്ല ചോദ്യമാണ്, അൽഹംദുലില്ലാ. ഉസ്താദ് ഈ പറയുന്നതൊക്കെ ടോപ്പ് തലമല്ലേ, അതൊക്കെ മൂവാറ്റുപുഴക്കാരോട് പറയണോ? എന്തിനാ കാര്യം? നടപടിയുള്ള കേസ് പറഞ്ഞാ പോരെ? നടപടിയുള്ള കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ. അവിടെ ആ കച്ചവടത്തിന്റെ വിഷയമൊക്കെ ഒന്ന് പറഞ്ഞൂടേ? ഇങ്ങനെ കച്ചവടം നമുക്ക് പറയാം, നമുക്ക് ഈ ബേസ് ഒന്ന് ശരിയാക്കാതെ, ബേസ് ക്ലിയർ ആകാതെ ഫില്ലർ പിടിപ്പിച്ചാലും പിന്നെ മുകളിൽ വാർക്കട്ടാലും പൊട്ടി തകർന്നു പോകും. ബേസ് ക്ലിയർ ആക്കുക നല്ല, അതൊക്കെ ചോദിക്കണോ? മൊഴിയരോട് ഒന്നും ചോദിക്കാൻ പറ്റൂല. അവിടെ മെമ്പറിന്റെ പരിസരത്തിൽ നിന്നൊരു തട്ടാ ബേജാറാകണ്ട, ചോദിച്ചോ, നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ ഉണ്ടോന്നാ? ഉണ്ട്, ഉണ്ടാകണം. നമ്മൾ പറയലില്ലേ, മുസ്ലിം ഉമ്മത്ത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വെച്ചാല് ഇതുപോലെ അങ്ങനെ ഒരു കൃതിയായി, അത് കോപ്പിയായി, ഒരു ഗ്രന്ഥരൂപത്തിലായി നിലനിൽക്കുന്നാണോ ആ പറയുന്നത്? ഈ വിശുദ്ധ ഖുർആനിനെ ഞാനാണ് ഇറക്കിയത്, അതിന്റെ സംരക്ഷണം എന്റെ ഉത്തരവാദിത്താണ് റബ്ബുൽ ആലമീൻ. നിങ്ങളാരും അതിനെ സംരക്ഷിക്കണ്ട. സയനിസ്റ്റുകൾ അത് തകർക്കാൻ നോക്കുന്നു, യുക്തിവാദികൾ അതിനെ നശിപ്പിക്കാൻ നോക്കുന്നു, വർഗീയവാദികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിനെ മലീമസപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മൾ പേടിക്കേണ്ട കൂട്ടരെ, അള്ളാഹ് ഏറ്റിട്ടുണ്ട് അതിന്റെ സംരക്ഷണം. ഇതെങ്ങനെ സംരക്ഷിക്കുക? അതിൻ്റെ മഅനയോടുകൂടെ, അതിൻ്റെ അർത്ഥത്തോടുകൂടെ, അത് ഉൾക്കൊണ്ട മനുഷ്യരോടുകൂടെ ലോകാവസാനം വരെ അതിനെ നിലനിർത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനാണ്. നമ്മൾ തന്നെ പറയാ ഖുർആന്റെ പ്രാക്ടിക്കൽ ഒന്നും ഇന്ന് നടപടിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് അപകടമാണ്. അതുണ്ട്, ഉണ്ടാകണം. വഹും ഹുമ്മാലുൽ ഖുർആൻ ദായിമൂന മാദാമൽ ഖുർആൻ. ഖുർആൻ വാഹകരായ വിശുദ്ധ വ്യക്തിത്വങ്ങൾ, ഖുർആൻ നെഞ്ചകത്ത് വഹിച്ചവരായ, പ്രാക്ടിക്കൽ ജീവിതം നയിക്കുന്നവരായ പരിശുദ്ധരായ ആളുകൾ ദായിമൂൻ, അന്നുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്, ലോകാവസാനം വരെയുണ്ട്. ദായിമൂന മാദാമൽ ഖുർആൻ, ഖുർആൻ നിലനിൽക്കുന്ന കാലം അത്രയും അത് നിലനിൽക്കും. ഇങ്ങനത്തെ ആളുകളിൽ നിന്നാണ് പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അത്ഭുതങ്ങൾ പ്രകടമാകുക. നമ്മളിപ്പോൾ നബിമാരുടെ മുഅ്ജിസത്തൊക്കെ കേട്ടിട്ടുണ്ട്. ഖുർആനിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമല്ലേ നബിമാരുടെ മുഅ്ജിസത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിയ സംഭവം, വൻഷഖൽ ഖമർ, ഖുർആന്റെ നസ്സാണ്. അത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ചേരമാൻ പെരുമാൾ മഹാരാജാവ് ആ അത്ഭുതം കണ്ടങ്ങ് മക്കയിലേക്ക്, മദീനയിലേക്ക് കപ്പൽ കയറിയില്ലേ? എത്രയെത്ര അത്ഭുതങ്ങളുണ്ട്, മുഅ്ജിസത്തുകളുണ്ട്. സകല പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഖുർആന്റെ അനന്തരാവകാശികളായ ആള്, ഖുർആൻ അന്ന് ഹൃദയത്തിൽ വഹിച്ച് അതിന്റെ പ്രബോധനം നടത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രകടമായി എങ്കിൽ ഇതിന്റെ വാഹകനായ മഹൽ വ്യക്തിത്വത്തിൽ നിന്ന് ഇന്നും അത്ഭുതങ്ങൾ കാണണം.
അത് മാജിക് അല്ല കേട്ടോ, ജാലവിദ്യയല്ല, കൺകെട്ട് വിദ്യയല്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ മസ്തിഷ്കത്തെ തളർത്തുന്ന ദൈവീകമായ പവർ, മനുഷ്യ മസ്തിഷ്കങ്ങളെ തളർത്തിക്കളയുന്ന ദൈവീകമായ കുദറത്ത്, ഇതാണ് മുഅ്ജിസത്ത്. മനുഷ്യന് പിടികിട്ടാത്ത തരം അത്ഭുതങ്ങള്. ഈ അത്ഭുതങ്ങള് ഖുർആൻ വഹിച്ചവർക്കുണ്ടാകും. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ ടെക്നോളജി നമ്മളെ നാട്ടിലുണ്ടാകുന്ന ഈ പ്രളയമൊന്നും അല്ല. ലോകം മുഴുക്കെ വെള്ളം നിറഞ്ഞ പ്രളയമായിരുന്നു തൂഫാൻ, അല്ലേ? അടുപ്പിൽ നിന്നല്ലേ ഉറവ പൊട്ടി വന്നത്? ലോകം മുഴുവൻ. എന്നിട്ടോ ഫി മൗജിൻ കൽ ജിബാൽ എന്നാ ഖുർആൻ പറയുന്നത്. തിരമാല എങ്ങനത്തെ തിരയെന്ന് അറിയോ? പർവ്വതങ്ങൾക്ക് സമാനമായ തിരയടിക്കുന്ന മഹാജലപ്രളയം തൂഫാൻ. ആ തൂഫാനില് കുറച്ച് പലക കഷ്ണങ്ങളും ആണികളും ഫി അൽവാഹിൻ വദുസുർ എന്നാ ഖുർആൻ പ്രയോഗിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പല് ഇച്ചിരി പലക കഷ്ണങ്ങളും ഇച്ചിരി ആണികളും, അങ്ങനെ ഒരു സാധനം കപ്പലിന് പോലും ഇതിന് പറയാൻ പറ്റൂല. നൂഹിനെയും വിശ്വാസികളെയും ഈ ഭൂമുഖത്തെ ജന്തുക്കളിലെ ഇണതുണകളെയും നാം വഹിച്ചതൊരു കപ്പലിൽ നല്ല പറഞ്ഞത്, കുറച്ച് പലക കഷ്ണങ്ങളിലും ആണികളിലും വഹിപ്പിച്ചു. അത്രേ ഉള്ളൂ ആ കപ്പല്. ആ കപ്പല് പർവ്വതങ്ങൾക്ക് തുല്യമായ തിരമാലകൾക്കിടയിലൂടെ അതിനെ കീറി മുറിച്ചുകൊണ്ട് സുരക്ഷിതമായി ജൂദീയ പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടതിന്റെ പിന്നിൽ ഏത് ടെക്നോളജി ആയിരുന്നു എന്നറിയാം നിങ്ങൾക്ക്? ആ കപ്പലിന്റെ എഞ്ചിന്റെ പവർ ആയിരുന്നു, ആ കപ്പലിന്റെ ബോഡിയുടെ ഫിറ്റ്നസ് ആയിരുന്നോ? അല്ല. എന്തായിരുന്നു? ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ. അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ ബ്രേക്കിങ്ങും ബിസ്മില്ലയായിരുന്നു. വേറൊന്നും വേണ്ട. അല്ലാഹു പറയാ ഖുർആനില്. ആ കപ്പലിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ ഓട്ടവും അതിന്റെ സ്റ്റോപ്പിംഗ് നൃത്തവും ബിസ്മില്ല കഴിഞ്ഞു. ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ കഴിഞ്ഞു. ഖുർആനിലെ ഒരു ചെറിയ ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അത് മുഴുവല്ല, ഖുർആൻ മുഴുവൻ പറഞ്ഞില്ല. ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ, ബിസ്മില്ലാ. നോക്കൂ നിങ്ങൾ. ലോകം അടക്കി ഭരിച്ച സുലൈമാൻ, സോളമൻ എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസലാം ലോകത്തെ കീഴ്പ്പെടുത്തി അടക്കി ഭരിച്ചതിന്റെ പിന്നിലുണ്ടായിരുന്ന പവർ എന്തായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കാണിച്ചിട്ടാണ് ഭരിച്ചത്. സബഇന്റെ സാമ്രാജ്യം, സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിയത് ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്ന് പറഞ്ഞല്ല, ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ല, ഞങ്ങളെ കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞല്ല, കരസേനയുണ്ടെന്ന് പറഞ്ഞല്ല, ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞല്ല, ഞങ്ങളെ കയ്യിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. മര്യാദക്ക് പോന്നോ? കീഴ്പ്പെട്ടു. ഇതൊക്കെ അങ്ങനെ പാപ്പാക്ക് ആനേണ്ടാർന്നു എന്ന് പറഞ്ഞ പോലെ അന്നൊക്കെ അങ്ങനെയായിരുന്നു, ഇന്നിപ്പോ അതൊന്നും നടക്കൂലട്ടോ എന്ന് പറഞ്ഞാൽ അതിലും വലിയ വിഡ്ഢിയാരാ ലോകത്ത്? ഈ ബിസ്മിയുടെ ഇത്തരത്തിലുള്ള പവർ ആരാ പഠിപ്പിക്കുന്നത്? മുഅ്മിനീങ്ങളെ, ആരാ നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹു. എവിടെയാ പഠിപ്പിക്കുന്നത്? ഖുർആനില്. ഇതെന്തിനാ നമ്മളെ പഠിപ്പിച്ചത്? അന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോ ഒന്നും നടക്കൂലെങ്കിലും നമ്മൾ ആ പാരമ്പര്യത്തിലും പൈതൃകത്തിലുള്ള ടീമാണെന്ന് പറഞ്ഞ് അഭിമാനിക്കാനാ? അല്ല. നമുക്ക് അത്ഭുതം ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. ഖുർആൻ നമ്മോടൊപ്പുണ്ടോ? അത് കണ്ടിരിക്കണം. വല്ലാഹി സത്യം, ഒരു തർക്കില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ, യമനിൽ നിന്ന് പലസ്തീനിലേക്ക് ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെച്ചത്. ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക, ഇമ വെട്ടി തുറക്കും മുമ്പ്, കൺപോളകളൊന്ന് അടച്ച് തുറക്കും മുമ്പ്, ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ഒരു സിംഹാസനം, ഒരു നബിയല്ല, ഒരു മലക്കല്ല, ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്താണ് ആ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന കഴിവെന്തായിരുന്നു? ഇൻദഹു ഇൽമും മിനൽ കിതാബി. ഖാലല്ലദി ഇൻദഹു ഇൽമും മിനൽ കിതാബി. ദൈവവേദത്തിൽ നിന്ന്, ദൈവീക ഗ്രന്ഥത്തിൽ നിന്നൊരു ചില ഇൽമുകളുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തു എന്ന് അല്ലാഹു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞു തന്നല്ലേ?
അപ്പൊ വിശുദ്ധ ഖുർആൻ ഫുള്ളായിട്ട് വഹിക്കുന്ന മനുഷ്യന്റെ പവർ എന്തായിരിക്കും? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ദഅൽ ആരിഫ്, ഖുർആൻ അറിഞ്ഞ ആരിഫ്, ഖുർആൻ ഉൾക്കൊണ്ട ജ്ഞാനി ആരിഫ് ഒന്ന് അല്ലാഹുവിനോട് അപേക്ഷിച്ചാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ, ലസാലത്തിൽ ജിബാൽ, പർവ്വതം പോലും സ്ഥാനം മാറി നിന്ന് കൊടുക്കും, നീങ്ങിക്കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അങ്ങനെ ഇപ്പൊ ഖുർആൻ ഉൾക്കൊണ്ട ആള് ഒരു പർവ്വതത്തിനോട് അവിടെ നിന്നാണ്ട് മാറിക്കുന്ന് പറയില്ല. പർവ്വതത്തിന് അള്ളാഹ് അവിടെ വെച്ചത് അവിടെ ഒരു ആണി ആവശ്യമുണ്ട്. ആണി ആവശ്യമില്ലാത്തല്ലേ നമ്മൾ ആണി അടിക്കുക, ആവശ്യമില്ലാത്തോട് ചെയ്യില്ലല്ലോ. അപ്പൊ ഭൂമിയിൽ ഇങ്ങനെ പർവ്വതം വെച്ചു, എന്നാ പിന്നെ ഒരു ആരിഫ് എന്താണ് നീക്കാത്തതെന്ന് ചിന്തിക്കണ്ട, അത് അള്ളാഹ് വെച്ചോടുന്ന് നീക്കൂല. പക്ഷേ വേണ്ടി വന്നാൽ പർവ്വതത്തെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹിനോടൊരു അപേക്ഷ നടത്തിക്കൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ ഒരു ആരിഫിന് കഴിവുണ്ട്. ഖുർആൻ ഉൾക്കൊണ്ട ആൾക്ക് കഴിവുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ നാവിട്ടിളക്കി ഞാനിങ്ങനെ പ്രസംഗിച്ചു. മുസ്ലിയാരെ ഇതിന് പ്രമാണം വേണം. ഖുർആനിലും ഹദീസിലുമുള്ള പിൻബലം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഉണ്ടാവുമോ? അതെവിടെ ഇപ്പം ഉള്ളത്? അതിനെന്താ ദീനിൽ തെളിവ്? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അതിന് പിൻബലം നൽകുന്നുണ്ടോ, അടിവര ഇടുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ രേഖയില്ലാത്ത ഒന്നും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഈ ദിവസത്തിൽ ഈ സമയത്തിൽ ഈ പ്ലേസിൽ നിന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണങ്ങൾ വെച്ചാൽ നാട്ടിർത്താൻ ഉദാഹരണം, നാടൻ ഉദാഹരണം പറഞ്ഞെങ്കിലും ബേസിക്കലി വിശുദ്ധ ഖുർആന്റെ മെസ്സേജ് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. തെളിവുണ്ടോ? ഉണ്ട്. ഖുർആനിലും ഉണ്ട്, ഹദീസിലും ഉണ്ട്. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് തർക്കമുള്ള ഹദീസല്ല. മഹാനായ യസീദ് ബിൻ ഹയ്യാൻ റളിയല്ലാഹു അൻഹു, താബിഈങ്ങളാണ് പറയുന്നത്. യസീദ് എന്നവർ പറയാണ്, ഞാനും ഹുസൈൻ ബിൻ സമുറയും ഉമർ ബിൻ മുസ്ലിമും കൂടി, ഒരു 3 ആൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘം, അവർ കൂടിയിട്ട് ഞങ്ങൾ 3 പേരും സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ അഭിവന്യ പണ്ഡിതരും വന്യവയോധികരുമായിരുന്ന സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോവാൻ. സ്വഹാബത്തിന്റെ കൾച്ചർ, അവരെ രീതി എന്തായിരുന്നു? അള്ളാന്റെ റസൂലിനെ ചുറ്റിപ്പറ്റി നിൽക്കാന്നായിരുന്നു അവരെ ദീന്. അല്ലേ? താബിഈങ്ങളുടെ റൂട്ട് എങ്ങനെയായിരുന്നു? അവരിങ്ങനെ ബഡായി പറഞ്ഞ് നടക്കുകയല്ല, കേമന്മാരായ സ്വഹാബത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക, അവരിൽ നിന്ന് പോയി അവരെ സഹവസിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. ഈ 3 മഹാന്മാരായ താബിഈങ്ങള്, പ്രസിദ്ധരായ മഹാന്മാര് 3 പേരും കൂട്ടം കൂടിയിട്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പണ്ഡിതരും വന്യവയോധികരുമായിരുന്ന സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോവാൻ. 3 ആളും കാണാൻ പോയി. ചെന്നു, സലാം ചൊല്ലി. അവിടെ എത്തി ആ തിരുമുന്നിൽ, ആ പണ്ഡിതനായ സ്വഹാബിയുടെ തിരുമുന്നിൽ എത്തിയപ്പോ ഞങ്ങളുടെ 3 പേരുള്ള കൂട്ടത്തിൽ നിന്ന് ഹുസൈൻ ചോദിച്ചു, യാ സെയ്ദു ലഖദ് ലഖീത ഖൈറൻ കസീറാ. സെയ്ദ് എന്നവരെ, നിങ്ങൾ ഒരുപാട് ഗുണങ്ങൾ കണ്ട ആളാണ്, അനുഭവിച്ച ആളാണ്, ആസ്വദിച്ച ആളാണ്. എന്ത്? റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭപ്പൂവായ മുത്ത് നബിയുടെ സുന്ദര മുഖം കണ്ട ആളാണ് നിങ്ങൾ. അതിന് ഭാഗ്യം കിട്ടിയ ആളാണ് നിങ്ങൾ. മാത്രമല്ല ആ തിരുനാവിൽ നിന്ന് വരുന്ന ഹദീസുകൾ ലൈവായി കേട്ട മനുഷ്യരാണ് നിങ്ങൾ. ആ തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോയ ആളാണ് സെയ്ദേ താങ്കൾ. ആ നബി തങ്ങളുടെ പിറകിൽ നിന്ന് മഅ്മൂമായി ഒത്തിരി തവണ നിസ്കരിച്ച, മദീന പള്ളിയിൽ ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുത്ത സ്വഹാബിയാണ് താങ്കൾ. അതുകൊണ്ട് ഹദ്ദിസ്നാ ഹദീസൻ സമീഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇപ്പൊ അവിടെ വന്നത് അങ്ങനെയൊക്കെ ഭാഗ്യം കിട്ടിയ മനുഷ്യനാ നിങ്ങൾ. അള്ളാന്റെ റസൂലിന്റെ സഹവാസം കിട്ടിയ, അവിടുത്തെ വാക്ക് കേട്ട, ആ പുണ്യഭൂമേനിയുടെ സഹവാസം കിട്ടിയ അനുഗ്രഹീതരായ തങ്ങൾ നിങ്ങൾ.
ഹദ്ദിസ്നാ ഹദീസൻ സമിഅ്തഹു മിൻ റസൂലില്ലാ, നിങ്ങൾ നബിയിൽ നിന്ന് കേട്ട ഏതെങ്കിലും ഒരു മെസ്സേജ് ഞങ്ങൾക്കൊന്ന് കൈമാറണം, ഒരു ഹദീസ് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണം. അത് പഠിക്കാനാ ഇപ്പൊ ഈ 3 ആളുകൾ ഇവിടെ വന്നത്. ആ സമയത്ത് സയ്യിദ് ഇബ്നു അർഖം വന്യ വയോധികൻ, നല്ല പ്രായമുണ്ട്. ആ മഹാനായ സ്വഹാബി പറഞ്ഞു, മക്കളെ, യബ്ന അമ്മി എന്നാ വിളിക്കുന്നത്, എൻ്റെ അമ്മിന്റെ മോനെ, കൊച്ചാപ്പാന്റെ മോനെ എന്നാ വിളിക്കുക, അറബികളുടെ ശൈലിയാണ്. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് സംഭവത്തിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ പ്രായാധിക്യം കൊണ്ട് ഞാൻ ഏറെക്കുറെ എല്ലാം മറന്നുപോയി മക്കളെ. എങ്കിലും മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ കരിങ്കല്ലിൽ കുത്തിവെച്ചതുപോലെ ഓർമ്മയുള്ള ഒരു സംഗതിയുണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നബിയിൽ നിന്ന് ഒത്തിരി ഹദീസ് ഞാൻ ലൈവായി കേട്ട് പഠിച്ച ആളാണ് ഞാൻ, സയ്യിദ് എന്നവർ പറയാൻ. പക്ഷേ അതൊക്കെ എൻ്റെ പ്രായം കൊണ്ട്, എൻ്റെ വയസ്സായി പോയിട്ട് എൻ്റെ മെമ്മറിയുടെ പവറൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് പറയാൻ കിട്ടൂല. എന്നാലും എൻ്റെ ഹൃദയത്തിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഓർമ്മയുള്ള ഒരു കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ പഠിച്ചോളൂ, അത് നിങ്ങൾ അറിഞ്ഞോളൂ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിമുൻ ഫീനാ യൗമൻ ഖതീബാ ബിമാഇൻ യുദ്ആ ഖുമ്മൻ ബൈന മക്കത്ത വൽ മദീനത്തി. മുസ്ലിമിൽ കാണുന്ന ഈ ഹദീസ്. ഒരു ദിവസം അള്ളാന്റെ റസൂൽ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് മുന്നിൽ എണീറ്റ് നിന്നു. ആ പ്ലേസ് ഏതായിരുന്നു? ബിമാഇൻ യുദ്ആ ഖുമ്മൻ ബൈന മക്കത്ത വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഹുമ്മ് എന്ന് പേരുള്ള ഒരു തടാകമുണ്ട്, ഒരു വെള്ളത്തടാകമുണ്ട്. ആ വെള്ളത്തടാകത്തിന്റെ തീരത്ത് ഓരത്ത് നിന്നുകൊണ്ട് ഞങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് നിന്നു. എന്നിട്ട് ഫഹമിദല്ലാഹ, ആദ്യം അൽഹംദുലില്ലാ ചൊല്ലി, വഅസ്ന അലൈഹി, ഒരു പ്രഭാഷണത്തിന്റെ ആമുഖമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. വവഅല വദക്കറ, വലിയ ഉത്ബോധനം, ഒരു വലിയ സാരസമ്പൂർണമായ പ്രസംഗമാണ് അന്ന് നബി തങ്ങൾ നടത്തിയത്. സുമ്മ ഖാല അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇന്നമാ അന ബശറുൻ യൂശികു അൻ യഅതിയനി റസൂലു റബ്ബി ഫഉജീബ് വഅന താരികും ഫീകും സഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബി ഫഹസ്സ അലാ കിതാബില്ലാഹി വറഗബ ഫീ ثم قال أهل بيتي أذكركم الله في أهل بيتي أذكركم الله في أهل بيتي أذكركم الله في أهل بيتي. സഹീഹ് മുസ്ലിം. എന്നിട്ട് ഹംദും സലാത്തും ഒക്കെ ആമുഖമൊക്കെ കഴിഞ്ഞിട്ട് അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നബി തങ്ങളുടെ പ്രസംഗത്തിന്റെ തുടക്കാണ്. ഇന്നമാ അന ബശറുൻ, ഞാൻ അന്ത്യപ്രവാചകനാണെന്നത് ശരി, ഖാതിമുൻ നബിയീനാണ് എന്നത് ശരി, അഷ്റഫുൽ മുർസലീനാണെന്നത് ശരി, അഷ്റഫുൽ ഖൽഖാനെന്നത് ശരി, എല്ലാം ശരി തന്നെ. സയ്യിദുൽ മുർസലീനാണെന്നത് ശരി, എല്ലാ നബിമാരുടെയും അധ്യക്ഷൻ ഞാനാണ്, മനുഷ്യകുലത്തിന്റെ നേതാവ് ഞാനാണ്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആള് ഞാനാണ്, അള്ളാന്റെ പ്രിയപ്പെട്ട ദാസൻ ഞാനാണ്. അതൊക്കെ ശരി. ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനല്ലയോ? അതുകൊണ്ട് തന്നെ യൂശികു അൻ യഅതിയനി റസൂലു റബ്ബി ഫഉജീബ്, ദൈവദൂതനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എല്ലാ മനുഷ്യരെയും സമീപിക്കുന്നത് പോലെ, റൂഹ് പിടിക്കുന്നത് പോലെ എന്റെ സമീപത്തേക്ക് വരികയും എന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഞാനും ഉത്തരം നൽകും. അസ്റായീൽ അലൈഹിസ്സലാം വന്നാൽ ഞാനും ഉത്തരം നൽകും. ഞാൻ എന്നെന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നവനല്ല.
എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. മുൻകാല നബിമാർ ഒരാൾ വഫാത്തായാൽ ഖലഫഹു നബിയുൻ, പിറകിൽ പ്രതിനിധിയായി അടുത്ത നബി വരും. ആ നബി വഫാത്തായാൽ ഖലഫഹു നബിയുൻ, വേറൊരു നബി ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വരും. ആ നബി വഫാത്തായാൽ മറ്റൊരു നബി വരും. ഓരോ വൻകരയിലേക്കും ഓരോ വില്ലേജുകളിലേക്കും ഓരോ രാഷ്ട്രങ്ങളിലേക്കും അല്ലാഹു അവന്റെ ദൂതന്മാരെ മാറ്റി മാറ്റി പറഞ്ഞയച്ചുകൊണ്ടിരുന്നു. അതിന് ആ ദൂതന്മാരുടെ അവസാനത്തെ കണ്ണിയാണു ഞാന്, നബുവത്തിന്റെ ഖാത്തമാണ്, സീലാണ് ഞാന്. എനിക്കപ്പുറത്ത് ഇനി ഒരു നബിയാണെങ്കിൽ വരാനും ഇല്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം മരിച്ചോയിൽ അത്ഭുതമല്ല, അടുത്ത നബി വരും. മൂസാ നബി അലൈഹി ഇസ്ലാം പോയതിൽ പേടിയില്ല, അടുത്ത നബി വരും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വഫാത്തായതിൽ പ്രശ്നമില്ല, അടുത്ത നബി വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ പ്രശ്നമാണ്, വേറെ നബി ഇവിടെ വരാനില്ല. എന്താ ചെയ്യാ? മലക്കുൽ മൗത്ത് വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഫഉജീബ്, എല്ലാ നബിമാരും പോകുന്നത് പോലെ നിങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അനാഥരാക്കിക്കൊണ്ട് യതീമുകളാക്കിക്കൊണ്ട് പോകാൻ ഈ മുഹമ്മദിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വഅന താരിക്കും ഫീക്കും സഖലൈൻ, ഭാരമേറിയ രണ്ട് സാധനങ്ങൾ, ഏറ്റവും മഹത്വം കൊണ്ട് കനം തൂങ്ങുന്ന രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇട്ടേച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളെ യതീമീങ്ങളാക്കി ഞാൻ പോവില്ല. നിങ്ങൾക്ക് രണ്ട് ഭാരമേറിയ സാധനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അവ്വലുഹുമാ, ആ രണ്ടിൽ നിന്ന് ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാൻ. അതന്ന് മുസഹഫായിട്ട് ഇല്ല, അടിവരയിടണം, അന്ന് മുസഹഫായിട്ട് ഇല്ല. കിതാബുല്ലാ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ട്, ആ പള്ളിയിലുണ്ട്, ആ സെൽഫിലുണ്ട്, ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്, ഇല്ല. ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധ മനുഷ്യരിലൂടെ നിലനിൽക്കുന്ന കിതാബിനെയാണ് പറയുന്നത്. ഫീഹിൽ ഹുദാ വന്നൂർ, ആ കിതാബിൽ സന്മാർഗമുണ്ട്, ആ കിതാബിൽ വെളിച്ചമുണ്ട്. ഫഖുദൂ ബികിതാബില്ലാഹ്, ആ കിതാബിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വസ്തംസികൂ ബി, ശക്തമായ പിടുത്തം, ആ നിങ്ങൾ ശക്തമായ പിടുത്തം ആ ഖുർആനിൽ നിങ്ങൾക്കുണ്ടാകണം. ഫഹസ്സ അലാ കിതാബില്ലാഹ് വറഗബ ഫീ, എന്നിട്ട് കുറെ നേരം അല്ലാഹുവിന്റെ കിതാബിൽ ആശ ജനിപ്പിക്കും വിധത്തിൽ, അതിന് പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ കുറച്ചു നേരം പ്രസംഗിച്ചു. എന്നിട്ട് സുമ്മഖാല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടേച്ചു പോകുന്ന ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണെങ്കിൽ രണ്ടാമത്തേത് അഹ്ലു ബൈത്തി, അഹ്ലു ബൈത്തി, എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തി എന്റെ വീട്ടുകാരാണ്, മലയാളത്തിൽ പറഞ്ഞാൽ. എന്നിട്ട് പറയാണ് ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ശ്രദ്ധിക്കണം കേട്ടോ, ഈ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, 3 തവണ റിപ്പീറ്റ് ചെയ്തു. ഉദക്കിറുക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്ബോധനം തരും എന്നും. ഞാനിവിടുന്ന് എൻ്റെ ദേഹവിയോഗം നടന്നിട്ട് എന്നെ കബറടക്കിയാലും ഞാൻ നിങ്ങൾക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, ലോകാവസാനം വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് ഞാൻ ഉത്ബോധനം നൽകും. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കും. അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകും. അള്ളാന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കും. ഫീ അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലു ബൈത്തിലൂടെ. അഹ്ലു ബൈത്ത് സ്പീക്കറായിട്ട് വരും, അള്ളാന്റെ റസൂൽ പ്രസംഗിക്കും. ഖാല റസൂലുള്ളാഹി. ഈ സ്പീക്കർ ഇപ്പോൾ ശബ്ദിക്കുന്നുണ്ട്. ആരാ സ്പീക്കർ ശബ്ദിക്കുകയാണോ? എൻ്റെ ശബ്ദം വരില്ലേ? അല്ലേ? ഇതുപോലെ എൻ്റെ അഹ്ലു ബൈത്തിലൂടെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കും. നമ്മളെ നബി ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേറെ നബി ഉണ്ടോ? ഇല്ല. എങ്ങനെ നമ്മളെ നബി ആയത്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ട്. അള്ളാഹിൻ്റെ ദൂതനായി അള്ളാഹുവിലേക്ക് എന്നെ എത്തിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത ദൈവദൂതൻ മുഹമ്മദ് നബിയാണ് എന്ന പരമസത്യത്തിൽ ഞാൻ സാക്ഷി എന്നാ പറയണേ.
14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി മൺമറഞ്ഞു പോയ ആ പുണ്യഭൂമേനിയുടെ കാര്യത്തിൽ എങ്ങനെ നമ്മൾ സാക്ഷി പറയും? സാക്ഷി പറയണമെങ്കിൽ ബോധ്യപ്പെട്ടാൽ പോരല്ലോ, അറിഞ്ഞാൽ പോരല്ലോ, വിശ്വസിച്ചാൽ പോരല്ലോ. സാക്ഷി നിൽക്കണമെങ്കിൽ കാണണമല്ലോ, അനുഭവിക്കണമല്ലോ. അള്ളാൻ്റെ റസൂൽ നമ്മൾ കണ്ടോ, അനുഭവിച്ചോ? എങ്ങനെ ഇപ്പം കാണുക, എങ്ങനെ ഇപ്പം അനുഭവിക്കുക? ഇങ്ങനെയാണ് അനുഭവിക്കുക. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കും എൻ്റെ അഹ്ലുബൈത്തിലൂടെ. നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തങ്ങന്മാർ അല്ലേ, അഹ്ലുബൈത്ത്. ഇതിത്ര പറഞ്ഞപ്പോൾ ഈ ചോദിച്ചു ചെന്ന 3 മഹാന്മാരിൽപ്പെട്ട ഹുസൈൻ എന്നവർ ചോദിച്ചു, അല്ല സെയ്ദ് എന്നവരെ, ഈ അഹ്ലുബൈത്ത് പറഞ്ഞാൽ അവിടുത്തെ ഭാര്യമാരല്ലയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മുസ്ലിമിൽ കാണാം, ഭാര്യമാരും നബി തങ്ങളുടെ വഫാത്തിനു ശേഷം വിയോഗശേഷം സക്കാത്ത് മേടിക്കാൻ പറ്റാത്ത, സക്കാത്ത് സ്വീകരിക്കാൻ പറ്റാത്ത നബി കുടുംബത്തിലെ എല്ലാവരും അഹ്ലുബൈത്തു തന്നെ എന്ന് സെയ്ദ് ഇബ്നു അർഖം എന്ന മഹാനായ സ്വഹാബി മറുപടി പറയുന്നുണ്ട് ആ ഹദീസിന്റെ അവസാനം. ആരാണ് ഈ അഹ്ലുബൈത്ത്? ഞാൻ തങ്ങളാണ്. ഏത് തങ്ങളാ? ബുഖാരി കബീലയാണ്, ഞാൻ സഖാഫി കബീലയാണ്, ഞാൻ സിദ്ദീഖി കബീലയാണ്. ഇതൊക്കെ ആർക്കും പറയാലോ, ചരിത്രം ആർക്കും പറഞ്ഞൂടെ ഞാൻ ഈ കബീൽ. ഇപ്പം എന്നോട് തന്നെ ചോദിക്കലുണ്ട്, ഷിയാബ് മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ തങ്ങളാണോ സയ്യിദാണോ ആന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ മോശമൊന്നും ഉണ്ടാവില്ല. അത് പറയാ, ചരിത്രം ആർക്കും പറഞ്ഞൂടെ? പ്രിയമുള്ള സഹോദരന്മാരെ, അഹ്ലുബൈത്ത് ആരാണ്? ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, അല്ലാത്ത ഒന്നും ഇവിടെ സ്വീകരിക്കണ്ട. ഒറ്റൊന്നും ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ അതുണ്ടോ അല്ലേ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അഹ്ലുബൈത്ത് എന്ന നിലക്ക് കാണുക. അതന്നെ. എന്താ ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അല്ലയോ അഹ്ലുബൈത്തേ, നിങ്ങളിലുള്ള കച്ചറകളെയൊക്കെ ഒന്ന് നീക്കിക്കളയാൻ, മാനുഷിക ദുർഗുണങ്ങളെ ഒന്ന് മാറ്റിക്കളയാൻ, നിങ്ങളിലുള്ള മനോവൃത്തികളെ മാനുഷികമായ വികാരങ്ങളെ ഒന്ന് നീക്കി ശുദ്ധീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ അള്ളാന്റെ ഉദ്ദേശം നടപ്പിലാകാതിരിക്കില്ല. അള്ളാന്റെ ടാർഗറ്റ് എന്താ? അഹ്ലുബൈത്തിനെ ഒന്ന് സംസ്കരിക്കുക. അഹ്ലുബൈത്തെ നിങ്ങളൊന്ന് വൃത്തിയാക്കാനും നിങ്ങളൊന്ന് പരിശുദ്ധരാക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു. അള്ളാന്റെ തീരുമാനം നടപ്പിലാവില്ലേ? അപ്പൊ മനുഷ്യർക്കുണ്ടാകുന്ന കിബിർ അത് അഹ്ലുബൈത്തിന് ഉണ്ടാകാൻ പാടില്ല. തങ്ങളാണ് കിബിറുണ്ടോ? കാര്യമില്ല. ഞാൻ ബ്ലഡ് റിലേഷനെ എതിർക്കല്ലോ. റസൂലുള്ളാന്റെ ബ്ലഡ് റിലേഷനെ ബഹുമാനിക്കണം, ആദരിക്കണം. കേവലം ബ്ലഡ് റിലേഷൻ മാത്രം പരിഗണിച്ചാൽ അബൂലഹബിനെ ബഹുമാനിക്കേണ്ടി വരൂലേ? അബൂലഹബ് സ്വന്തം കൊച്ചാപ്പയായിരുന്നില്ലേ? ഇല്ലേ? എന്നാ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച ദുഷ്ടനാണ് അല്ലേ? അങ്ങനെ ഒരുപാട് എണ്ണുണ്ട്. അപ്പൊ ബ്ലഡ് റിലേഷൻ ആദരിക്കപ്പെടണം. പക്ഷെ അതല്ല ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ. അഹങ്കാരം ഉണ്ടാവൂല, അസൂയയുണ്ടാവൂല, ആർത്തിയുണ്ടാവൂല, പണപ്പിരിവ് നടക്കൂല, പൈസക്ക് മോഹിക്കൂല, സ്ഥാനമാനങ്ങൾ മോഹിക്കൂല, ദേഷ്യമുണ്ടാകൂല, നിയന്ത്രിക്കാൻ പറ്റാത്ത കാമമുണ്ടാകൂല. ഇങ്ങനെ മനുഷ്യനുണ്ടാകുന്ന ദുഷിച്ച വികാരങ്ങളില്ലാത്ത പരിശുദ്ധരാരോ അവർ മാത്രമാണ് അഹ്ലുബൈത്ത്. ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആണത്. ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ. എന്നിട്ട് ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. ഇങ്ങനെയുള്ള മനുഷ്യന്മാരിലൂടെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേണ്ടത്. ഇങ്ങനെയുള്ള പരിശുദ്ധ മനുഷ്യരിലൂടെയാണ് നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. ഇമാം തുർമുദിയുടെ വേറൊരു ഹദീസ് ഉണ്ട്, ഇന്നി താരിക്കും ഫീക്കും. ഇതൊക്കെ അവസാനത്തെ വസിയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വസിയത്ത്. ഈ ഉമ്മത്തിനോട് വസിയത്ത് പറഞ്ഞു പോവാണ്. ഇന്നി താരിക്കും ഫീക്കും, ഞാൻ നിങ്ങളിൽ മാറ്റിവെക്കുകയാണ്, ഇട്ടേച്ചു പോവുകയാണ്. മാ ഒരു സാധനം,
ഇൻ തമസ്സക്തും ബിഹി ലൻ തളില്ലു ബഅദി. ഞാനിവിടെ ഇട്ടേച്ച് പോകുന്ന സാധനം നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ ലൻ തളില്ലു ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ വഴി തെറ്റില്ല, നിങ്ങൾ നരക വഴിയിൽ പോവില്ല, നിങ്ങൾ കുഴിയിൽ ചെന്ന് വീഴൂല. അഹദുഹുമാ അഅ്ളമു മിനൽ ആഖർ. അതിലൊന്ന് ഭയങ്കര സംഭവ, മറ്റേതിനേക്കാൾ സംഭവ. അതേതാ? കിതാബുല്ലാഹ്, അള്ളാന്റെ കിതാബാണ്. ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്. അത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു കയറാണ്. അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു കണക്ഷനാണ്. അതാണ് അള്ളാന്റെ കിതാബ്. തിരൂരങ്ങാടി പ്രസ്സിൽ അടിച്ചത്, മിസ്രിലെ പ്രസ്സിൽ അടിച്ചത്, മദീന പ്രിന്റിംഗ് ഓഫ്സെറ്റ് പ്രസ്സിൽ അടിച്ചത് എന്നല്ല പറഞ്ഞത്. പിന്നെ അള്ളാഹുവിൽ നിന്നും സൃഷ്ടി ലോകത്തേക്കുള്ള ഒരു കണക്ഷനാണ് ആ കിതാബ്. പിന്നെ പറഞ്ഞു സുമ്മഖാല വഇത്രതി അഹ്ലു ബൈതി, എൻ്റെ മക്കളാണ്, അഹ്ലു ബൈത്താണ്. വലൻ യതഫറഖാ ഹത്താ യരിദാ അലയ്യൽ ഹൗൽ. അഹ്ലു ബൈത്തും കിതാബും വേർപിരിയുകയില്ല. ഹത്താ യരിദാ അലയ്യൽ ഹൗൽ. ഹൗലുൽ കൗസറിങ്കൽ ജനങ്ങൾ വന്ന് ആ ഹൗലുൽ കൗസർ മുക്കി കുടിക്കുന്ന കാലം വരെ, ലോകാവസാനം വരെ അഹ്ലു ബൈത്തും ഖുർആനും രണ്ടാവില്ല, ഒന്നാണ്. എവിടെ അഹ്ലു ബൈത്ത് ഉണ്ട് അവിടെ ഖുർആൻ ഉണ്ട്. എവിടെ ഖുർആൻ ഉള്ളത് അത് അഹ്ലു ബൈത്തിന്റെ കൂടെ മാത്രം ഖുർആൻ ഉള്ളത്. ഇതൊന്നും ശിഹാബുദ്ദീൻ ഫൈസിയുടെ ബഡായി അല്ല കേട്ടോ, അല്ല. ഇതിപ്പോ പല മൊയ്ലിയന്മാരും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇയാളിപ്പോൾ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകണത്? APക്കും EKക്കും മുജാഹിദുക്കും സുന്നിക്കും ഒന്നല്ല, ഇത് വേറെന്തോ ഒരു സാധനത്തേക്ക് പിടിച്ചോണ്ട് പോകാൻ. ബേജാറാകണ്ട, റൂമിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം കിതാബ്. ഇതിന് ഞാൻ ഈ പറഞ്ഞ അർത്ഥമല്ലാത്തൊരു അർത്ഥം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു കേട്ട്, എനിക്കൊന്ന് നന്നാകാലോ. അല്ല, ഞാൻ പറഞ്ഞ ഒക്കെ ശരി, നിങ്ങളൊക്കെ മണ്ടന്മാര്, എനിക്ക് ആ വാദമൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, വിശുദ്ധ സുന്നത്ത് നബിവചനങ്ങൾ പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ചരിത്രത്തോട് നീതി പുലർത്തി പറയാൻ പറ്റുന്നത്, പ്രാക്ടിക്കലായിട്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകുന്നത്, അനുഭവിക്കാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇക്കമാരോട്, എൻ്റെ പൊന്നാര ഉപ്പമാരോട്, എൻ്റെ ചേട്ടന്മാരോട്, അനിയന്മാരോട്, എൻ്റെ പിഞ്ചു അനിയന്മാരോട്, സുഹൃത്തുക്കളോട് ഞാൻ വസിയത്താക്കുകയാണ്. ഞാൻ അനുഭവിച്ച അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. വലൻ യതഫറഖ ഹത്താ യരിദാ അലയ്യൽ ഹൗൽ. അന്ത്യനാൾ വരെ അഹ്ലു കിതാബും ഖുർആനും വേർപിരിയൂല എന്ന് വെച്ചാൽ അള്ളാന്റെ റസൂലായിരുന്നു അന്ന് ഖുർആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനായിരുന്നു. 4 ഖലീഫമാർ ഖുർആനായിരുന്നു. സഹാബത്ത് ഖുർആനായിരുന്നു. ജീവിക്കുന്ന കയ്യും കാലുള്ള ഖുർആൻ. ഇങ്ങനെയുള്ള ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കും പരിശുദ്ധർ. ഇവരിൽ നിന്ന് അത്ഭുതം കാണുക. ഇവരാണ് കുടുംബത്തിലെ 40 ആൾക്ക് ശഫാഅത്ത് ചെയ്യുക എന്ന് വെച്ച് നമ്മളെ കുട്ടികളുടെ ഹാഫിളീങ്ങളാകാൻ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഭൗതികമായ പല ഓപ്ഷൻസും ഉണ്ടായിട്ട് രക്ഷിതാക്കളുടെ താല്പര്യം അള്ളാന്റെ കലാമൊന്ന് പഠിച്ചു കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പ പ്രായത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിച്ച ഈ പിഞ്ചുമക്കള് അവർ ഖുർആന്റെ വചനങ്ങൾ പഠിക്കുകയാണ്. ആ വചനങ്ങൾ പഠിച്ച ആ ആശയം അറിഞ്ഞ് അതൊന്ന് പ്രാക്ടിക്കലാക്കാൻ നമുക്ക് സാധിക്കണം. അവരെ രക്ഷിതാക്കൾ അതിന് ഉത്സാഹിക്കണം. ഇത് നടത്തി കൊണ്ടുപോകുന്ന ഞങ്ങളതിന് താല്പര്യപ്പെടണം. കുട്ടികൾക്ക് അതിന് ആഗ്രഹം ഉണ്ടാകണം. അപ്പൊ ഈ കുട്ടികൾ യഥാർത്ഥ അഹ്ലു ബൈത്താവും. അതിന് ബ്ലഡ് റിലേഷൻ വേണമെന്നില്ല. യഥാർത്ഥ അഹ്ലു ബൈത്താരാ? ഹും, അവർ അല്ലദീന, ഒരു വിഭാഗമാണ്. പ്രകൃതിപരമായ കച്ചറകൾ, പൈശാചികമായ മാലിന്യങ്ങൾ, ഇതിൽ നിന്ന് ഏതൊരു മനുഷ്യൻ റിലീസായോ എന്നിട്ട് വിശുദ്ധനായി നിന്നോ അതാ അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്ത് പറഞ്ഞ വീട്ടുകാരല്ലേ? അള്ളാന്റെ റസൂൽ പറയാൻ എൻ്റെ വീട്ടുകാരൻ. ഏതാ അള്ളാന്റെ റസൂലിന്റെ വീട്? ആ മദീന പള്ളിയുമായി ചുറ്റിപ്പറ്റി ഈത്തപ്പന ഓലകൾ കൊണ്ട് പണിതുണ്ടാക്കിയ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ദുബൈയിലായിരുന്നു. അവിടെ ഒരു മ്യൂസിയത്തില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ സംസ്കാരത്തിലുള്ള അന്നത്തെ അവരുടെ വീടുകൾ ഒരു മ്യൂസിയത്തിൽ ഞാൻ കണ്ടു. പാറക്കല്ല് കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് പിന്നെ ഈത്തപ്പന ഓലകൾ കൊണ്ടാണ് മേൽക്കൂര. ഇങ്ങനെ പണിത മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള കൂരകൾ. ഇതാണ് അള്ളാന്റെ റസൂലിന്റെ വീട് പറഞ്ഞ. റസൂൽ ഇവിടുന്ന് പോയപ്പോ ഭാര്യമാര് കുറച്ചാളിവിടെ ബാക്കിയുണ്ടായിരുന്നു. അതാണോ റസൂലിന്റെ വീട്? അതൊക്കെ ഒന്ന് പൊളിച്ചു പോയി. ആ വീടൊന്നില്ല. റസൂലുള്ളാന്റെ വീട് പറഞ്ഞാൽ ഇസ്ലാം എന്ന വീടാണ്. 5 തൂണിലെടുക്കപ്പെട്ട ഇസ്ലാം എന്ന വീട്. ഈ വീട് കൈകാര്യം ചെയ്യുന്ന, ആ വീടിന്റെ അകത്ത് കയറിയ ആളുകളാരോ അതാ അഹ്ലു ബൈത്ത്. അവരിൽ നിന്ന് ഖുർആൻ പഠിക്കുക. ഖുർആൻ കൊണ്ട് കച്ചറ ഉണ്ടാക്കാൻ നടന്നാല് സമാധാനം കിട്ടൂല കൂട്ടരെ. നമ്മൾ നഫ്സ് മുത്തുമൈനെ പറയണേ,
മനസ്സിന് ശാന്തി കിട്ടാനുള്ള മാർഗമാണ് പറയുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കശപിശ പറഞ്ഞ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തി, അത് ആ ഖുർആന്റെ പേര് പറഞ്ഞ് തമ്മിലടിച്ചാൽ ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഒന്നും നടക്കൂല. നടക്കണമെന്നുണ്ടോ? നാം നമ്മുടെ അകത്തളം വിശുദ്ധമാക്കണം. അപ്പൊ നമ്മിലേക്ക് ഖുർആൻ, റസൂലുള്ളാഹി എവിടെ പോയിട്ടാ ഖുർആൻ പഠിച്ചത്? ഒരു മൊല്ലാക്കാന്റെ അടുത്തും പോയി പഠിച്ചിട്ടില്ല, ഒരു ചോക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഒരു പേന ഉപയോഗിച്ചിട്ടില്ലല്ലോ. അള്ളാഹിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കൽബിലേക്ക് ഖുർആൻ വരികയാണ്, അള്ളാഹ് വരുത്തുകയാണ്. ഇതുപോലെ നമ്മൾ നോക്കുന്നു, പഠിക്കുന്നു, വായിക്കുന്നു, അതിന്റെ പൊരുളിന് വരണമെങ്കിൽ നബി തങ്ങൾക്ക് കിട്ടിയതുപോലെ നമ്മളൊന്ന് മുത്തഹരീങ്ങളാകാൻ, വിശുദ്ധരാകാൻ ശ്രമിക്കണം. അങ്ങനെ ഖുർആൻ കിട്ടുമ്പോ പ്രിയമുള്ള സഹോദരന്മാരെ, ഖുർആൻ വെളിച്ചാകും, ഖുർആൻ സമാധാനാകും, ഖുർആൻ കൊണ്ട് ആശ്വാസം കിട്ടും, ഖുർആൻ ജീവിതത്തിൽ തണലാകും, കുടുംബ ജീവിതത്തിൽ തണലാകും, കച്ചവടത്തിൽ തണലാകും, ഖബറിൽ വെളിച്ചമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.